സുൽത്താൻ ബത്തേരി എം.എൽ.എ. ഐ.സി. ബാലകൃഷ്ണൻ കർണാടകയിൽ ഒളിവിൽ തുടരും. ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ 15-ന് അനുകൂലമായ വിധി ഉണ്ടായാൽ മാത്രമേ ജില്ലയിൽ മടങ്ങിയെത്തൂ എന്നാണ് സൂചന. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചനും DCC മുൻ ട്രഷറർ കെ ഗോപിനാഥും ഒളിവിലാണ്. ഇരുവരും മുൻകൂർ ജാമ്യം ലഭിച്ചാൽ മാത്രമേ നാട്ടിലെത്തുകയുള്ളൂ. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഐ.സി. ബാലകൃഷ്ണനെ പ്രതി ചേർത്തിരുന്നു. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, ഒളിവിലല്ല എന്ന് ഐ.സി. ബാലകൃഷ്ണൻ പറയുമ്പോഴും അക്ഷരാർത്ഥത്തിൽ ഒളിവിൽ തന്നെയാണ് അദ്ദേഹം. ഇടയ്ക്കിടയ്ക്ക് വരുന്ന വീഡിയോ സന്ദേശങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്താണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്ന ഒരു തീരുമാനം? എന്താണ് ഈ നേതാക്കന്മാർ ഒളിവിൽ കഴിയുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഔദ്യോഗിക തീരുമാനമാണ്? ലക്ഷ്മി, തീർച്ചയായും പ്രതിപട്ടികയിൽ ചേർത്ത ഘട്ടത്തിൽ തന്നെ ഐ.സി. ബാലകൃഷ്ണൻ പ്രതികരിച്ചത് അദ്ദേഹത്തെ മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചില്ല. ആ സാഹചര്യത്തിൽ ഐ.സി. ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നത് താൻ ഒളിവിലല്ല, താൻ ഒരു സുഹൃത്തിന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് കർണാടകയിലാണ് എന്ന ഒരു തരത്തിലാണ് സംസാരിച്ചത്. എന്നാൽ പിന്നീട് അദ്ദേഹം പിറ്റേ ദിവസം തന്നെ തിരിച്ചെത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ഉണ്ടായില്ല. മാത്രവുമല്ല, ഒരു വീഡിയോ സന്ദേശമാണ് വന്നിരുന്നത് താൻ ഉടനെ വരുമെന്ന്. പക്ഷെ 2 ദിവസമായിട്ടും അദ്ദേഹത്തിന് ആ നിലപാടിലേക്ക് മാറിയില്ല. മാത്രവുമല്ല, ഈ 15 വരെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞതുകൊണ്ട് തന്നെ ഇനി മുൻകൂർ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ജില്ലയിലെത്താൻ സാധ്യതയുള്ളൂ. അല്ലാത്തപക്ഷം അന്വേഷണ സംഘം സ്വാഭാവികമായിട്ടും അറസ്റ്റിലേക്ക് നടപടികൾ നീക്കുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കാതെ ജില്ലയിൽ എത്തുക എന്നത് അവരെ സംബന്ധിച്ച് ആത്മഹത്യാപരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നീക്കം ഐ.സി. ബാലകൃഷ്ണന്റെ ഭാഗത്തുനിന്നോ ND അപ്പച്ചന്റെ ഭാഗത്തുനിന്നോ കെ ഗോപിനാഥിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അവർ 15 വരെ ജില്ലയിൽ എത്താനുള്ള സാധ്യത കുറവാണ്. മാത്രവുമല്ല, ഈ മുൻകൂർ ജാമ്യം ലഭിക്കുമെന്ന് ഉറപ്പാവുകയും വേണം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു നിലപാട് ഐ.സി. ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്ക് എന്ത് നടപടി എടുക്കണമെന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. മാത്രവുമല്ല, ഒരു M.L.A. എന്ന നിലയിൽ പ്രതിയായാലും അറസ്റ്റ് ചെയ്യപ്പെട്ടാലും M.L.A. സ്ഥാനം രാജിവെക്കുന്ന ഒരു കീഴ്വഴക്കം സ്വാഭാവികമായിട്ടും മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ കോൺഗ്രസിലില്ല. വിൽസൺ M.L.A. ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്, ആ രീതിയിൽ പ്രതി ചേർക്കപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും M.L.A. ആയി തുടരുന്നുണ്ട്. അതേപോലെയുള്ള കീഴ്വഴക്കങ്ങളാണ് മുൻപ് കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കീഴ്വഴക്കങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിൽ അത്തരത്തിലൊരു നടപടി ഐ.സി. ബാലകൃഷ്ണനെതിരെ വരാൻ സാധ്യതയില്ല. സ്വാഭാവികമായിട്ടും അത് ഐ.സി. ബാലകൃഷ്ണന്റെ സംരക്ഷണ കവചം തന്നെയാണ്. എന്തായാലും കോൺഗ്രസിന് ദീർഘനാൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നിലപാട് തുടരാൻ കഴിയില്ല. ദേശീയ നേതൃത്വം ഉൾപ്പെടെ അന്വേഷണം തുടരട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ മാറ്റിക്കൊണ്ട് ജില്ലയിൽ നേതൃത്വപരമായ ഇടപെടൽ ഈ വലിയ സങ്കീർണമായ സമയത്ത് വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. രാഷ്ട്രീയകാര്യ സമിതി ഉൾപ്പെടെ ചേർന്നുകൊണ്ട് അത്തരം വിഷയങ്ങളും ആലോചിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് M.L.A. ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ചുള്ള എന്ത് നടപടി സ്വീകരിക്കണമെന്ന ചർച്ചയും ഉയരുന്നത്. എന്നാൽ കോൺഗ്രസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഐ.സി. ബാലകൃഷ്ണനെ പരസ്യമായി തള്ളിപ്പറയുന്ന ഒരു നിലപാടിലേക്ക് സ്വാഭാവികമായി പോകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ ആളുകളിൽ നിന്ന് മൊഴിയെടുക്കുകയും തെളിവുകൾ ശേഖരിക്കുകയുമാണ് സംഘം ഇപ്പോൾ ചെയ്യുന്നത്. സാങ്കേതികമായി M.L.A. ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള സാങ്കേതിക അനുമതികളും സമാന്തരമായി തേടുന്നുണ്ട്. വിജിലൻസും കൂടുതൽ ആളുകളിൽ നിന്ന് ഈ ജോലിയുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായി പറ്റിക്കപ്പെട്ട നിരവധി ആളുകളുണ്ട്. അവരിൽ നിന്ന് മൊഴിയെടുക്കുന്നതും തുടരുന്നുണ്ട്. എന്തായാലും നിലവിൽ കോൺഗ്രസ് ഒരു പ്രത്യക്ഷത്തിൽ ഒരു കടുത്ത നടപടിയുമായി ഐ.സി. ബാലകൃഷ്ണനെതിരെ വരാൻ സാധ്യതയില്ല. സ്വാഭാവികമായിട്ടും പ്രതിരോധത്തിലാവുന്ന സാഹചര്യത്തിൽ മാത്രമായിരിക്കും അത്തരം കടുത്ത നീക്കങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കാൻ സാധ്യതയുള്ളൂ. എന്നാലും 15 വരെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മുൻകൂർ ജാമ്യം ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഈ പ്രതിപട്ടികയിൽ ചേർത്ത നേതാക്കൾ ജില്ലയിലെത്താൻ സാധ്യതയുള്ളൂ. ലക്ഷ്മി. സുൽത്താൻ ബത്തേരി M.L.A. ഐ.സി. ബാലകൃഷ്ണൻ കർണാടകയിൽ തന്നെ ഒളിവിൽ തുടരും എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ 15-ന് അനുകൂലമായ വിധി ഉണ്ടായാൽ മാത്രമേ അദ്ദേഹം തിരിച്ചെത്തൂ എന്നുള്ളതാണ് സൂചന. ഏതായാലും അധിക ദിവസം ഈ നേതാക്കന്മാർക്ക് അങ്ങനെ ഒളിവിൽ കഴിയാൻ സാധ്യമല്ല എന്നുള്ളതായിരിക്കും മുന്നിലേക്ക് വരുന്ന കാര്യം. കാരണം കോൺഗ്രസ് ഇക്കാര്യത്തിൽ അന്വേഷണം തുടരട്ടെ എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ദേശീയ നേതൃത്വമടക്കം ഇടപെട്ടിരിക്കുകയാണ് ഈ കേസിൽ. ഏതായാലും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ.